ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മൂത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ നല്ല മൂത്ത മാങ്ങയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കാൻ നോക്കുക. അപ്പോഴാണ് ഒത്തിരി നാൾ കേട് കൂടാതിരിക്കുകയുള്ളൂ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. അതാ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഒരു 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഒന്ന് പൊട്ടി വരണം. അപ്പോൾ അതാ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മാങ്ങയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വരും. അപ്പോൾ ഒത്തിരി നേരം ഒന്നും വേവിച്ചെടുക്കരുത്. ഒത്തിരി നേരം വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു പോവും. അങ്ങനെ പാടില്ല. കുറച്ച് സമയം 1 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ശർക്കരയുടെ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.